നമസ്കാരം. ലെബനോടുള്ള സമീപനത്തിൽ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മറ്റാരുമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്നും താൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇല്ല എന്ന് ചുരുക്കി പറയാമെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. ഫ്രാൻസിലെ ഏവിയേഷൻ ലെൻസ് ബേസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം എത്തിയത്. ഇസ്രായേൽ ലെബൻ അതിർത്തിയിലെ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ ഈ നിർണായകമായ നിലപാട് എടുത്തുമാറ്റം. അതായത് ഈ നിലപാട് വ്യക്തമാക്കൽ. നിലവിൽ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങളെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ലെബനെതിരായ ഏതൊരു സൈനിക നീക്കവും അമേരിക്കയുമായുള്ള ധാരണകളുടെ ലംഘനമായിരിക്കുമെന്നും ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ പുരോഗതിയുണ്ട് എന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ മുഹമ്മദ് അൽ താനി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് അറിയിച്ചിരുന്നു. അതായത് അദ്ദേഹമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത് വ്യക്തമായത്. നിലവിൽ നടക്കുന്ന ചർച്ചകൾ തികച്ചും ഗൗരവകരമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സമാധാനപരമായ ഒരു ഉടമ്പടിക്കായി ഖത്തർ അമീർ നടത്തുന്ന പരിശ്രമങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. മറ്റാരുമല്ല ട്രംപ്. അമേരിക്കയിൽ നിന്നുമുള്ള കൂടുതൽ കടുത്ത നടപടികൾ ഒഴിവാക്കാൻ ഖത്തർ നടത്തിയ ഇടപെടലുകൾക്ക് ഇറാൻ അവരോട് നന്ദിയുള്ളവരായിരിക്കുമെന്ന അഭിപ്രായവും വ്യക്തമാക്കുന്നുണ്ട്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഇസ്രായേലിന്റെ നിലനിൽപ്പിന് കാരണം താനാണ് എന്ന ശക്തമായ അവകാശവാദമാണ് ട്രംപ് ഉന്നയിച്ചത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും താനും ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ ഈ പ്രതികരണം എത്തിയതെന്നത് ശ്രദ്ധേയമാണ്. US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ഈ ആഴ്ച ഒപ്പുവെക്കാനിരിക്കെയാണ് ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ബോംബ് ആക്രമണങ്ങൾ നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടത്. എന്തായാലും ഇതേ ചൊല്ലി ഇരു നേതാക്കളും തമ്മിൽ കടുത്ത ഭിന്നതയാണ് നിലനിൽക്കുന്നത്. ഈ പശ്ചാത്തലത്തിലായിരുന്നു ട്രംപിന്റെ പരാമർശം കൂടി എത്തിയത്. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടാകുമായിരുന്നില്ല എന്നും ഞാനായിരുന്നില്ല എങ്കിൽ ഇസ്രായേൽ ഉണ്ടാകുമായിരുന്നില്ല എന്നുമൊക്കെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഞാൻ ചെയ്തതുപോലെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മറ്റൊരു പ്രസിഡന്റും തയ്യാറായിരുന്നില്ല. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തായിരുന്നു. എന്നാൽ US ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അവർ അത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുമായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. നെതന്യാഹുവുമായി വ്യക്തിപരമായി തനിക്ക് മികച്ച ബന്ധമാണുള്ളതെന്നും ട്രംപ് അവകാശപ്പെടുന്നു. എങ്കിലും ലെബനിലെ ആക്രമണങ്ങളുടെ കാര്യത്തിൽ നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നാണ് ആവശ്യം. ലെബനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നീണ്ടുപോകുന്നത് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിലും ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. ഒരു ഹിസ്ബുള്ളക്കാരനെ തിരയാൻ വേണ്ടി സാധാരണക്കാർ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ മുഴുവനായി തകർക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഹിസ്ബുള്ളയെ നേരിടാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല എങ്കിൽ ആ ചുമതല സിറിയയെ ഏൽപ്പിക്കണമെന്ന വേറിട്ടൊരു നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വെച്ചു. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനെ ഖത്തർ അമീർ സ്വാഗതം ചെയ്യുകയും ഇത് ഗൾഫ് മേഖലയിൽ നല്ലൊരു മാറ്റത്തിന് കാരണമാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇറാനുമായുള്ള US-ന്റെ ചർച്ചകൾ നെതന്യാഹു ഇസ്രായേൽ ഭരണകൂടം കടുത്ത അമർഷത്തിലാണ്.